എന്താ മനസ്സിലായോ? നിങ്ങളിത് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾ ഏതാണ്ട് ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴി പോലെ ഇരിക്കുന്നു. വേണ്ട, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നമാണ്. എൻ്റെ കൂടെ കർത്താവുണ്ട്. കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാനിത് നിന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. കർത്താവ് അനുഗ്രഹീതനല്ലേ? ആ, ഇനിയുള്ളത് മുഴുവൻ ദൈവദൂഷണ. പരിശുദ്ധ മറിയമേ, പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടുള്ളത് ആർക്ക് വേണ്ടിയിട്ടെന്നറിയാമോ? ഏകനായിരിക്കുന്ന ധന്യനായ ഏകാധിപതിയായ ദൈവം, ഒന്നും ചെയ്യാൻ ആരുടെയും സഹായം ആവശ്യമില്ലാത്ത വിധം സർവശക്തനായിരിക്കുന്ന യഹോവ, അതാണ് പരിശുദ്ധൻ. പൗലോസ് ഗ്രീക്ക് ഭാഷയിൽ പരിശുദ്ധൻ എന്ന് വിളിക്കാൻ ഒരു വാക്കുണ്ടായിരുന്നില്ല. ഹാജിയോസ് എന്നൊരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഹാജിയോസ് എന്ന് വെച്ചാൽ വേർതിരിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്. പക്ഷെ യഹോവയെ അങ്ങനെ വിളിച്ചാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് പൗലോസ് ഗ്രീക്ക് ഭാഷയ്ക്ക് ഒരു വാക്ക് സമ്മാനിച്ചു, ഹാജിയോസ് മോസ് എന്ന് വെച്ചാൽ വിശുദ്ധി തെളിയിക്കപ്പെടേണ്ട ആവശ്യമില്ലാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഞാൻ വിശുദ്ധനാണെന്ന് എന്നെ ദൈവവചനം എന്നെ കുറിച്ച് പറയുന്നത് അല്ലേ? നിങ്ങളെ കുറിച്ച് എന്താ പറയുന്നത് അല്ലേ? പക്ഷെ നിങ്ങളുടെ എൻ്റെയും വിശുദ്ധി തെളിയിക്കപ്പെടണം. പക്ഷെ യഹോവയുടെ വിശുദ്ധി ആരുടെ മുമ്പിലാണ് തെളിയിക്കുക? മനസ്സിലായോ? അതുകൊണ്ടാണ് പരിശുദ്ധൻ എന്ന വാക്ക് ഭൂമിയിലെ ഒരു കുഞ്ഞും ഒരു കാരണവശാൽ ഉപയോഗിച്ചുകൂടാ. ഹജിയോസ് മോസ് എന്ന് വെച്ചാൽ അത് ക്രിസ്തു യേശു പോലും ഉപയോഗിക്കാത്തൊരു പേരാണ്. അത് പരിശുദ്ധനായ യഹോവയ്ക്ക് മാത്രം ഉപയോഗിക്കാവുന്നൊരു വാക്കാണ്. ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ വാക്ക് ഇവിടെ ആർക്ക് വേണ്ടി ഉപയോഗിച്ചു? മറിയത്തിന് വേണ്ടി ഉപയോഗിച്ചു. പരിശുദ്ധ മറിയമേ. പിന്നെ പറയണത് തമ്പുരാൻ്റെ അമ്മ. തമ്പുരാൻ അമ്മയാണ്. തമ്പുരാൻ അമ്മയുണ്ടെങ്കിൽ തമ്പുരാൻ്റെ അമ്മേനെ വരുന്നത്. പക്ഷെ മറിയം ക്രിസ്തുവിൻ്റെ അമ്മയല്ല, യേശുവിൻ്റെ അമ്മ. ഈ യേശുവും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഗോട്ടി തെറിക്കും. അപ്പോസ്തലന്മാർ മുഴുവൻ പ്രസംഗിച്ച എന്താണെന്ന് അറിയാമോ? യേശുവാണ് ക്രിസ്തു. യേശുവാണ് ക്രിസ്തു. അത് തെളിയിക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ചില വായനകൾ എടുക്കാം. യേശുവും ക്രിസ്തുവും ഒന്നാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് രണ്ടും രണ്ടാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ഡമസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചു. മനസ്സിലായോ? ക്രിസ്തു എന്ന് പറയുന്നത് യഹോവയുടെ കൂടെ ആരംഭം മുതൽ ഉണ്ടായിരുന്നവനും മരണമില്ലാത്തവനും ദൈവത്തിന് സമനും ദൈവവും ആയിരുന്നു. ശ്രദ്ധിച്ചോ? ക്രിസ്തു ആരംഭം മുതൽ പിതാവിനോട് കൂടെ ഉള്ളവനും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിന് തുല്യനുമായ മരണമില്ലാത്ത ആദിയില്ലാത്ത അന്തമില്ലാത്ത ദൈവമാണ് ക്രിസ്തു. യേശു അങ്ങനെയല്ല. യേശു മറിയത്തിൽ നിന്ന് ജഡം ധരിച്ചവനാണ്. അവന് മരണമുണ്ട്, അവൻ മരിച്ചു. മനസ്സിലായോ? ഇടിയിട്ടില്ല. യേശു എന്നത് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിൻ്റെ പേരാ. യേശുവിന് അമ്മയുണ്ട്, ക്രിസ്തുവിന് അമ്മയില്ല. മറിയം സൃഷ്ടിക്കപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ്. ഉളവായതെല്ലാം അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ മറിയം ഉണ്ടായത് ആരിലൂടെയാ? ക്രിസ്തുവിലൂടെയാ. യേശു ഉണ്ടായതോ മറിയത്തിലൂടെ. ഇവിടെ യേശു ആരാണെന്നും ക്രിസ്തു ആരാണെന്നും തിരിച്ചറിയണം. അതല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും. ഇതാ മറ്റൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17:3 വായിച്ചാട്ടെ. നിങ്ങൾ വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി 17:3. ഈ യേശു തന്നെ ക്രിസ്തു. കണ്ടോ? യേശു തന്നെയാണ് ക്രിസ്തു. അതാണ് സുവിശേഷം. ദാവീദിന്റെ വംശത്തിൽ പിറന്നുവെങ്കിലും മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റവൻ, അതാണ് എൻ്റെ സുവിശേഷം.
അങ്ങനെ പൗലോസ് പഠിപ്പിച്ചത് അല്ലേ? തിമോത്തിയുടെ ലേഖനത്തിൽ എന്താ പറഞ്ഞത്? അപ്പൊ ക്രിസ്തു ആരാണെന്നും യേശു എന്താണെന്ന് മനസ്സിലായോ? ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തു ആദ്യം മുതലേ പിതാവിനോട് കൂടെയുള്ളവനാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവൻ മരണം ആശ്ലേഷിക്കാൻ ദൂതന്മാരെക്കാൾ താഴെയായിട്ട് ഭൂമിയിലേക്ക് വന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, ഹെബ്രായർ 2:9. മരണം ആശ്ലേഷിക്കാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചു. ആരാ മരിച്ചു? ക്രിസ്തുവാണോ മരിച്ചേ? കണ്ടോ? ബൈബിള് വായിക്കുമ്പോൾ കൊട്ടത്താപ്പിൽ വായിക്കരുത്. അതിൻ്റെ കുത്തിനും കോമയ്ക്കും വരെ വിലയുണ്ട്. മരിച്ചത് ക്രിസ്തു അല്ല, മരിച്ചതാരാ? യേശുവാണ്. യേശു ദൂതന്മാരെക്കാൾ താഴെയാണ്. നമ്മളാരെക്കാൾ താഴെ? നിങ്ങൾ സത്യവേദ പുസ്തകത്തിൽ നിന്ന് 8-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. ആ വാക്യം സത്യവേദ പുസ്തകത്തിന് തെറ്റാ, അതുകൊണ്ടാണ് എടുക്കാൻ പറഞ്ഞത്. 8-ാം സങ്കീർത്തനം 4-ാം വാക്യം. ദൈവത്തെക്കാൾ അല്പം താഴ്ന്നവനായി. ദൈവത്തെക്കാൾ അല്പം താഴ്ന്നവനായിട്ടല്ല, ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായിട്ടാണ്. ദൈവത്തെക്കാൾ നമ്മൾ ഒരു പിടി താഴെ, കുറച്ച് താഴെയല്ല. അത് സത്യവേദപുസ്തകത്തിൽ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു പുസ്തകം വായിക്കൂ എന്നുള്ള നിർബന്ധമൊന്നും എടുക്കരുത്. 25 ഉറുപ്പിക കൊടുത്താൽ ആ ഈ സാധനം കിട്ടും. 25 rupees. 60 ഉറുപ്പിക കൊടുത്താൽ ഒരു POC കിട്ടും. വായിച്ച വല്ലതും മനസ്സിലാക്കണമെങ്കിൽ അത് വായിക്കണം. കൂട്ടത്തിൽ നിങ്ങൾ സത്യവേദ പുസ്തകം വായിച്ചോ? പക്ഷെ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മർമ്മങ്ങൾ പലതും കിട്ടാണ്ട് പോകും. അപ്പം ക്രിസ്തു യേശു മരണത്തെ ആശ്ലേഷിക്കാനായിട്ട് ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി വന്നു. ആരൊന്നു? യേശു. യേശു ക്രിസ്തു അല്ല. വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഇത് നമ്മൾ ഗ്രഹിച്ചിരിക്കണം. ഇനി അപ്പസ്തോലന്മാർ പറഞ്ഞ സുവിശേഷത്തിലേക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം എടുക്കുക. 18:5 ഒന്ന് വായിച്ചു നോക്കിയ. അപ്പസ്തോല പ്രവൃത്തി 18:5 കണ്ടോ? യേശു തന്നെ ക്രിസ്തു, അതായത് മറിയത്തിൻ്റെ മകനായ യേശു തന്നെയാണ് ക്രിസ്തു. അതാണ് സുവിശേഷം. ഇനി 18:28 വായിച്ചാലും, 1 യോഹന്നാൻ 4:15 വായിച്ചാലും, 1 യോഹന്നാൻ 5:1 വായിച്ചാലും, അപ്പസ്തോല പ്രവൃത്തി 5:42 വായിച്ചാലും, എവിടെ നോക്കിയാലും ഇതേ കാണുള്ളൂ. യേശുവാണ് ക്രിസ്തു, യേശുവാണ് ക്രിസ്തു, യേശുവാണ് ക്രിസ്തു. യേശു മറിയത്തിൻ്റെ മകനാണ്, ക്രിസ്തു ദൈവത്തിൻ്റെ മകനാണ്. മനസ്സിലായോ? അതുകൊണ്ട് കത്തോലിക്കർക്ക് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് അവരെന്ത് പറയുന്നു? ദൈവത്തിൻ്റെ അമ്മയാണത്ര. ദൈവത്തിന് അമ്മയൊന്നുമില്ല. ദൈവം സ്വയംഭൂവാണ്. അവന് മുമ്പും ആരുമില്ല, അവന് ശേഷവും ആരുമില്ല. അവൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവുമായ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ. പരിശുദ്ധ വാക്കിൽ തെറ്റി, തമ്പുരാൻ്റെ അമ്മ അതിലും തെറ്റി. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നേ? പാപികളെ രക്ഷിപ്പാൻ. തെറ്റിയില്ലേ? അവർ പറഞ്ഞ് ചാകുന്നവരെ ഞങ്ങൾ പാപികളായിരിക്കുന്നു. ചാകുന്നവരെ നമ്മൾ പാപികളായിരിക്കാനാണോ കർത്താവ് വന്നത്? അല്ലല്ല. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം നമ്മെ സ്നേഹിച്ചു. ഞാൻ ഇന്ന് പാപിയല്ലാതിരിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവം എന്നെ സൗജന്യമായി നീതീകരിക്കാൻ സന്മനസ് കാണിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ അവർ ശ്രദ്ധിച്ച് വചനം പഠിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും അവരെ നടത്തുന്ന അച്ഛന്മാർ
12 കൊല്ലം കൊണ്ട് ഒരുപാട് ബൈബിള് പഠിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ധാരണ ജനത്തിൻ്റെ ഇടയിലുണ്ട്. പക്ഷെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കേവലം ഒന്ന് വായിച്ചിട്ടുള്ള അച്ഛന്മാർ 1000-ൽ ഒരെണ്ണം പോലും കാണില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഘടകവിരുദ്ധമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കന്യക മറിയം ബഹുമാന്യയായ ഒരു വ്യക്തിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പാടില്ല. ജപമാല ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. ഒന്നാമത് നാം പ്രാർത്ഥിക്കേണ്ടത് നാം എണ്ണം പിടിക്കുകയും വേണ്ട. കർത്താവ് തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു, ആവർത്തിച്ച് ചൊല്ലുന്നത് കൊണ്ട് അവരുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുമെന്ന് വിജാതിയർ കരുതുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. വാസ്തവത്തിൽ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. നാം പ്രാർത്ഥിക്കേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നാം പ്രാർത്ഥിക്കണം, പക്ഷെ ജൽപ്പനം ചെയ്യരുത്. പ്രാർത്ഥന ജൽപ്പനമാക്കിയ നീ ക്രിസ്തുവിനെ അറിഞ്ഞാൽ നീ പിന്നെ ജൽപ്പനം ചെയ്യില്ല. പിന്നെ നീ പറയും, ഓ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവനെന്നും പൂത്തുനിൽക്കും. അപ്പം മറിയത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ജപമാല നാശത്തിലേക്കുള്ള വഴിയാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. അത് ഭൗതിക നന്മകളിലേക്ക് നിങ്ങളെ നടത്തിയേക്കാം. പക്ഷെ ആ ഭൗതിക നന്മകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്ന് ആണ് എന്നതിന് 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നു.